ഹലോ ഫ്രണ്ട്സ്, മീഡിയ ടെക് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പേപ്പർ കപ്പ് കൊണ്ട് ഒരു ഫ്ലവർ പോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 3 പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 2 കപ്പിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടിവശം കട്ട് ചെയ്യാണ്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തു. ഇനി രണ്ടാമത്തതും അതുപോലെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാതെ വെച്ച ആ ഒരു കപ്പിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്ത ഈ ഭാഗത്തും കൂടെ ഇതുപോലെ നമ്മൾ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ഒരു ഗ്ലാസ് നേരെ തന്നെ, അതായത് 2 ഗ്ലാസിൻ്റെ അടിവശം വരുന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടുക. ഇനി നമുക്ക് ഹോട്ട് ഗ്ലൂ കൊണ്ട് ഇതിനൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിന് ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ ചെയ്തെടുക്കണം. നമ്മൾ മുകളിലത്തെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് താഴോട്ടും കൂടെ അതേപോലെ തന്നെ ചെയ്യണം. താഴത്തെ ഒരു ഗ്ലാസ്സിന് ഞാൻ കുറച്ച് ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇതിന് ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബ്ലാക്ക് പെയിൻ്റാണ് ഇതിന് അടിച്ചു കൊടുക്കുന്നത്. ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ പുറത്ത് എല്ലാ വശത്തും കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുക. നമ്മുടെ പെയിൻറ്റിങ് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് നേരം നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോൾ ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാനൊരു ഗിൽറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്ലൂ ഗൺ വെച്ച് ഡിസൈൻ ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഉണക്കിയെടുക്കണം. ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ പോട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം.